അർജു, സ്വരങ്ങളൊക്കെ പാടി ഇങ്ങനെ തകർക്കുന്നുണ്ടായിരുന്നല്ല. പാടായിരുന്ന കുറച്ച്? കുഴപ്പമില്ല. ആ, ഓക്കെ. ഏതായാലും ചോദിക്കാം. ഓ, ശരത് സാർ. മക്കളെ കുഞ്ഞാടെ, എന്തോ മനോഹരമായിട്ട് പാടിയടാ. താങ്ക് യു സാർ. ആദ്യം അത് പറയാം. കാരണം ആ പാട്ടിൻ്റെ ഒരു എന്താ പറയണ്ട, അതിൻ്റെ ഒരു സോള് മോൻ പാടുമ്പോൾ അത് കിട്ടി കേട്ടോ. കുറേ സന്തോഷം. പിന്നെ ഇത് ഏത് ഫിലിമാണ്? ആരാണ് ഇതിൻ്റെ സംഗീത സംവിധായകൻ? അത് രവീന്ദ്രൻ മാസ്റ്റർ. പിന്നെ ഫിലിം അയാൾ കഥ എഴുതുകയാണ്. എഴുതിക്കോട്ടെ. ഇതെഴുതിയത് ആരാന്ന് പറ. ഇതെഴുതിയത് കൈതപ്പുറം. ആ, അണ്ണാച്ചിയാ. എന്തൊരു രസമുള്ള പാട്ട്. പിന്നെ ഇത് പാടിയേക്കുന്ന ആ ശബ്ദം ആരാ? യേശുദാസ് സാർ. അത് പറയടാ, നീ എന്തിനു ഇത്ര ആലോചിക്കുന്നത്? ഓ, നമുക്ക് കിട്ടിയ ഒരു എന്താ പറയണ്ട ഒരു വരദാനമാണ് ദാസേട്ടൻ. അത് പറയാതിരിക്കാൻ വയ്യ. ഇതൊക്കെ ഏതോന്നൊക്കെ പാടുമ്പോൾ ആ പാട്ട് പിന്നെ കേൾക്കണ്ട, അത്ര കേട്ടങ്ങ് ഓഫ് ചെയ്യുക. ആ പാട്ട് മുഴുവൻ കേട്ട ഒരു വികാരമാണ് ആ ഒരു ഏതോയിൽ തന്നെ. അത് ആ ശബ്ദത്തിൻ്റെ ഒരു ക്വാളിറ്റി. ദൈവം പാടാൻ വേണ്ടി മാത്രം അയച്ച ഒരാളാണ് ദാസേട്ടൻ. അതല്ലേ ഉള്ളൂ, വേറൊന്നും പറയാനില്ല.
അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് പാട്ടിലേക്ക് ഇറങ്ങാം. അവന് ഉഗ്രം പാട്ട് കേട്ടോ. ഇതാരാ സെലക്ട് ചെയ്തത്? കുഞ്ഞായിരിക്കാൻ ചാൻസ് ഇല്ല. ഞാൻ തന്നെ. ആണോ? നിനക്ക് അത്ര വിവരമായോ? ഇന്നലെ വരെ അത്ര ഇല്ലായിരുന്നല്ലേ? ഇന്നലെ രാത്രി വരെ എനിക്ക് 11:30 വരെ ഇല്ലായിരുന്നു. മക്കളെ നല്ല സെലക്ഷൻ, ഉഗ്രം പാട്ട് കേട്ടോ. മക്കളെ നന്നായിട്ട് തന്നെ പാടുകയും ചെയ്തു. ആ പൊന്മയിൽ പീലിയിൽ, പൊന്മയിൽ പീലി. മോനെ ആ പൊന്മയിൽ പീലി എന്ന് പറയുമ്പോൾ ഉള്ള ഒരു ഫീലില്ലേ, അതെന്താണ്? അപ്പൊ അത് ആ സംഗതിക്ക് അത് ഉണ്ടാവണ്ടേ? ഏതോ നിദ്ര തൻ പൊന്മയിൽ പീലി, പൊന്മയിൽ പീലി, പൊന്മയിൽ പീലി. മോനെ പൊന്മയിൽ അതല്ല, മയിൽ പീലിയിൽ, പൊന്മയിൽ പീലി. അത് സുഖം വരട്ടെ, അത് ശരിയൊക്കെ ആവാം. പൊന്മയിൽ പീലി. വെരി നൈസ്. അതുപോലെ മക്കളെ അടുത്ത ലൈൻ ഒന്ന് പറയാമോ? 7 വർണ്ണങ്ങളും 7 വർണ്ണങ്ങളും നീർത്തി. അത് നീർത്തി എന്നുള്ള കേൾക്കുന്നില്ല, നീട്ടി എന്നാ കേൾക്കുന്നത്. പിന്നെ മൃദുപദമോടെ, മൃദുപദമോടെ, അതൊക്കെ ഒരു ക്ലാരിറ്റി വരാം മോനെ കേട്ടോ. പിന്നെ മോനെ ഈ ആ വഴിയോരത്ത്, ആ വഴിയോരത്ത്, അടുത്ത കൂടെ പാട്. ബ്യൂട്ടിഫുൾ. നാർദ്രമാ സന്ധ്യയിൽ. അത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അതിലൊരു സോളുണ്ട്, അതിന് ഇച്ചിരി കൂടെ ക്ലാരിറ്റി ആയാലും വണ്ടർഫുൾ ആയിരിക്കടാ. നീ അത് കേൾക്കാൻ പാടിച്ചതാണ് മക്കളെ കേട്ടോ. പിന്നെ മക്കളെ സ്വരമൊക്കെ നല്ല രസമുണ്ടായിരുന്നടാ. നീ അതിൻ്റെ നീ പാടിയ സ്വരങ്ങൾ കറക്റ്റാണ്. പിന്നെ അതിൻ്റെ സംഗതികൾ കുറേ സംഗതികളല്ലേ, അത് മൊത്തം നമ്മൾ സ്വരപ്പെടുത്താൻ നിന്നാൽ ചിലപ്പോൾ ഉളുക്കി വീഴും. അതിനാവശ്യമില്ല. പക്ഷേ ഇതാണ് നീറ്റായിട്ട് പ്രസൻറ്റ് ചെയ്ത് മോനെ, നല്ല സുഖമായിരുന്നു കേൾക്കാൻ കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് പാടിയ നമ്മുടെ അച്ഛനും അമ്മയുടെയും പ്രിയ പുത്രി ബ്യൂട്ടിഫുള്ളായിട്ട് പാടിയവള്. അവൾ പാടിയിട്ട് ഞാൻ പാടിയത് നിത്യമാമൻ ഇഷ്ടപ്പെട്ടോന്ന് ഇവിടെ നിത്യ നോക്കുമായിരുന്നു. നിത്യയാണെങ്കിൽ ആ സമയത്ത് കോട്ടുമായിട്ടിരിക്കുന്നു. ഒരിക്കലില്ല. അപ്പം മക്കളെ അത്ര ഉള്ളടാ. എന്തെങ്കിലും വണ്ടർഫുള്ളായിട്ടുള്ള ഒരു കോമ്പോസിഷൻ. പിന്നെ ഈ അയാൾ കഥ എഴുതുകയാണെന്നുള്ള സിനിമയായിട്ട് എൻ്റെ ഒരു ബന്ധം പറയാമോ? അതിന് ശരത് സാർ അതായിട്ടൊരു ബന്ധമുണ്ടെന്ന്. എന്താടാ നോക്കിയില്ലേ നീ? അത് സാർ കഥ എഴുതും. അയ്യോ ഞാൻ പോവാ. പറ്റത്തില്ല പാറു, പറ്റത്തില്ല. തുടങ്ങിയിട്ട് എന്നെ കൊണ്ട് പറ്റത്തില്ല. അടുത്താണെങ്കിൽ നമുക്ക് എണീറ്റ് പോവാം. പക്ഷെ നിത്യ ചേച്ചി ഈ ഒരു വൈബാണ് ഞങ്ങൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും അല്ല, തെറ്റിദ്ധരിപ്പിക്കുകയാണ് നിന്നെ. നിത്യ ഗുഡ്. മേലെ പറയാം. പറ കുഞ്ഞെ നീ. പക്ഷേ അങ്ങനെ ഒന്നും തപ്പിയാ കിട്ടത്തില്ല, ഗൂഗിളിലൊന്നും ഇല്ലത്. അത് പറയും മോനെ. ഇതിൽ വേറെ ഏതൊക്കെ പാട്ടാണ് ഈ ഫിലിമിൽ? മാനെ, മലരമ്പൻ വളർത്തുന്ന കന്നിമാനെ, ആകാശത്താമര പോലെ, വേറൊരു സന്തതം, ഇതൊക്കെ ഞാൻ പ്രോഗ്രാം ചെയ്തതാണ് കേട്ടോ. അതൊക്കെ പറഞ്ഞാണ്. അത് ഇനി വേറൊരു കാര്യം കൂടെ ഇപ്പോൾ രവീന്ദ്രമാസ്റ്റർ ഇല്ലാത്തതുകൊണ്ട് പറയാം മോനെ. അന്ന് ഇപ്പം നമുക്ക് ഈ കീബോർഡിൽ ഈ RPGs ഒക്കെ പ്രീസെറ്റ് ഉണ്ട്. നമ്മൾ പിടിക്കേണ്ട ഒരു കോഡ് കട്ട് അതായിട്ട് അടിച്ചോളും. ആ സമയത്ത് അതൊന്നുമില്ല, നമ്മൾ കുത്തിയിരുന്ന് വായിക്കണം. മറ്റേ എനിക്ക് RPGs സെറ്റ് ചെയ്യാനും അറിഞ്ഞോളൂ. അപ്പം ഞാൻ അങ്ങനെ വായിച്ച് ഇതിൻ്റെ ബാക്കിങ് ഒരു 6 ട്രാക്കോളം ഇതിൻ്റെ ഫൈനൽ മിക്സിൽ ആ 3 ഏഡാറ്റ് സിങ്ക് ചെയ്തപ്പോൾ ആ 3ാമത്തെ ഏഡാറ്റ് സിങ്ക് അല്ലായിരുന്നു ഇത്. അത് ഓടിയിട്ടില്ല, കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് വായിച്ചത്. അപ്പം രവീന്ദ്ര മാസ്റ്റർ മോനെ വീട്ടിൽ പാടാ, മിക്സ് കിട്ടി, അതിമനോഹരമാണ് മക്കളെ ഏതാണ്. അപ്പം ഞാൻ വീട്ടിൽ പോയി കേട്ടപ്പോഴേ ഈ കട ഒന്നും ഇല്ല. പിന്നെ രവീന്ദ്ര മാസ്റ്റർ ആ സമയത്ത് കടകൂടെ ഇല്ലെന്ന് പറഞ്ഞാൽ മാഷ് ചിലപ്പം മൂഡ് ഓഫ് ആയാലോ എന്ന് വിചാരിച്ചാൽ ഞാൻ പറഞ്ഞു മാഷ അസാധ്യം, സൂപ്പർ എന്നാണ്. രവീന്ദ്ര മാസ്റ്ററിൻ്റെ മെലഡി കണ്ടന്റ് ഉണ്ടല്ലോ സോളിഡായിട്ട്, അത് മതിയല്ലോ, വേറെന്ത് വേണം? ഇതിന് 2 സന്തതം ഉണ്ട് മോനെ. വേറൊരു സന്തതം ഉണ്ട്, അതാണ് സിനിമയിലുള്ളത്. അത് സിനിമയിലില്ലാത്ത ഒരു പാട്ടുണ്ട്, ദാസേട്ടൻ പാടിയത്. അതിമനോഹരമായിട്ടുള്ളൊരു പാട്ട്. അതിൽ ഞാനൊരു സ്വരം പാടിയിട്ടുണ്ട്. അതുകൊണ്ടല്ല പറഞ്ഞത്, ആ പാട്ട് നല്ലതാണ്. അത് കമ്പോസ് ചെയ്ത രവീന്ദ്ര മാസ്റ്റർ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആണ് ആ ലിറിക്ക് നേരത്തെ അറിയാവുന്ന, എന്നാൽ അത് കൊറിയർ വരിക എന്തോ ചെയ്ത് ആ സമയത്ത് ആരോ കൊണ്ടുവരികയോ എന്തോ ചെയ്ത്. ആ സമയത്ത് രവീന്ദ്ര മാസ്റ്റർ ഒരു ലുങ്കി മാത്രം ഉടുത്ത് ഭീകര ടെൻഷൻ. കാര്യം കടം മേടിച്ചവരൊക്കെ അവിടെ ഇവിടെയൊക്കെ വന്ന് നിൽപ്പുണ്ട്. ഞാൻ മാഷിൻ്റെ അടുത്ത് പറഞ്ഞു, മാഷ ഞാൻ പോയിട്ട് പിന്നെ വരാം. അതും വേണ്ട മോനെ, നീ ഇരിക്കും, നിൻ്റെ കീബോർഡ് എടുത്ത് പോയി നടന്നു. എടുത്തു വെച്ച് എൻ്റെ അനിയനും ഉണ്ട്. അപ്പോൾ മാഷ് ഈ ടെൻഷൻ്റെ ഇടയ്ക്ക് ആളുകൾ വന്ന് ഹിന്ദിയിലും തെലുങ്കിലും ഒക്കെ കടം ഇഷ്ടം പോലെ ഉണ്ട് മാഷിന്. അത് എത്ര ഉണ്ടാക്കിയാലും അതിൻ്റെ 4 ഇരട്ടി കടമാണ്. പാവം നല്ല മനുഷ്യൻ. എന്താ പറയണ്ടേ, നമ്മുടെ
രവീന്ദ്ര മാഷിൻ്റെ വൈഫിനും അറിയാം, മക്കൾക്കും ഒക്കെ അറിയാം. ഈ പാട്ട് ഇദ്ദേഹം എടുത്ത് കൈ വെച്ചിട്ട് ഒരു ഒറ്റ പാട്ടാണ്. ആ ലിറിക്ക് ഞാൻ എടുത്തു വെച്ചിട്ട് മോനെ നോട്ട് ചെയ്തോടാ എന്ന് പറഞ്ഞിട്ട് ഒരു ഒറ്റ പാട്ട്, ഒരു രാഗമാലിക. എനിക്ക് നോട്ട് ചെയ്യാനൊന്നും വയ്യ. നമുക്കൊരു പല്ലവി പാതിയായപ്പോഴേ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ ഓടും ഈ ടെൻഷനിൽ. ഇപ്പം ഞാനും കമ്പോസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരു പാട്ടെടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് അങ്ങ് പാടുക എന്ന് പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോൾ എനിക്ക് എഴുതാൻ തന്നെ പറ്റിയില്ല. നൊട്ടേഷൻ എഴുതിയൊക്കെ കണ്ണീര് വീണ് കുതിർന്ന്. പിന്നെ എൻ്റെ ഒരു ഓർമ്മയിലാണ് ഞാനത് ദാസനെ കൊണ്ട് രവീന്ദ്ര മാസ്റ്റർ പോവുകയും ചെയ്തതെന്ന് ഞാനത് റെക്കോർഡ് ചെയ്ത് മാഷിന് അയച്ചു കൊടുക്കുമായിരുന്നു. അപ്പം അത് ഒരു വല്ലാത്ത അനുഭവം. അതൊക്കെ നിങ്ങൾ കേൾക്കണം കേട്ടോ, നല്ല ഉഗ്രം. സന്തതം സുമശരൻ സായകമയക്കുന്നു മാരതാവം സഖിയാഞ്ഞു മാനസം കുഴങ്ങിടുന്നു രാസലോലന്തമാകാന്തൻ നിന്മനോരഥമേറി രാസകേളി നികുഞ്ചത്തിൽ വന്നു ചേരും നേരമായി സന്തതം സുമശരൻ സായകം. ഇത് ഒറ്റയടിക്ക് പാടിയതാ കേട്ടോ. അതിൽ അതൊക്കെ ഞാനിങ്ങനെ അത് എൻ്റെ തലയെ കിടന്നുകൊണ്ട് ഞാൻ പാടിയതാ കേട്ടോ. ഇത് ഒരു രാഗമാലികയാണ്. പൂത്തു നിൽക്കും മാകന്ധത്തിൽ കോകിലങ്ങൾ പാടിയിടുന്നു ചെണ്ടു തോറും പൊൻവണ്ടേതോ രാഗവും മൂളിടുന്നു വേണി ബന്ധമഴിഞ്ഞും കളമൃദുപാണികളിൽ പൊൻവളകൾ പിടഞ്ഞും വ്രീളാവിവശം നിൽക്കുകയാണി ഗോപീഹൃതന്തവ സന്ദപദംഗം അംഗരാഗം കുതിർന്ന നിൻ മാറിലെന്തോ തുളുമ്പുന്നു ദാരിരീരി നീനാരെ മാധവം പൂകിടുന്നു നീരാഗങ്ങൾ മേനഞ്ഞും തരളിത മുരളികയിങ്കൾ പുളകമൊഴിഞ്ഞും പ്രേമോലസിതം പാടുകയാണി ശ്യാമസുധാരസലോലുപൻ ഇന്നും സന്തതം സുമശരൻ സായകം അയക്കുന്നു. എനിക്ക് ഓർമ്മ വന്നപ്പോ ഇത് ഈ കേട്ടതൊക്കെ ഒറ്റയടിക്ക് അദ്ദേഹം അങ്ങ് പാടി. നമ്മൾ കേട്ട് പേടിച്ചിട്ടുള്ളതൊക്കെ ഇത് ദക്ഷിണാമൂർത്തി സ്വാമി എന്തോ കൊടുത്താലും മക്കളെ അപ്പം പാടും. ലിറിക്ക് കിട്ടിയാൽ രാജാ സാർ, ഞാൻ ഒരു വൈകുന്നേരം പോയപ്പോൾ അദ്ദേഹത്തിന് ഒരു ലിറിക്ക് പ്രകാശ് രാജിൻ്റെ ഫിലിമിൻ്റെ ലിറിക്ക് കൊണ്ടുവന്നു. ആ ലിറിക്ക് കിട്ടിയതേ ഉള്ളൂ. അത് ഇങ്ങനെ ഒന്ന് തുറന്നിട്ട് അങ്ങ് പാടി സാറ്. എന്താണ് ഒരു ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാർ ഇത് എങ്ങനെ ഇത് നേരത്തെ ഉണ്ടായിരുന്ന ലിറിക്ക്? ഇല്ല ശരത്ത് ഇപ്പം താൻ പാത്തേ. ഞാൻ പറഞ്ഞു എങ്ങനെ പാടി സാർ ഇത് എങ്ങനെ? ഇതെല്ലാം എൻ്റെതില്ല, എല്ലാം മേലെ അവിടുന്ന് ആ ട്യൂൺ. ഇതിനൊക്കെ ഓൾറെഡി ട്യൂണുണ്ട്. അത് എന്നെ ഒരു ടൂളാക്കി ദൈവം ആ ട്യൂൺ കൊണ്ടുവരുന്നതെന്നുള്ളതല്ല, ഇത് ഞാൻ ചെയ്തതല്ലെന്ന്. ഞാൻ പറയും സാർ ഇതൊക്കെ പറഞ്ഞു, പക്ഷേ ഞങ്ങൾക്ക് സാറ് തന്നെ ആ ദൈവം എന്ന് പറഞ്ഞു കാലത്തൊടുത്ത് എഴുതിട്ട് വന്നത്. അതൊക്കെ എങ്ങനെയുള്ള ലെജൻസ്. ശരത്ത് ഒരു 4 ലൈൻ ഓർമ്മയുണ്ടോ? പ്രകാശ് രാജ് ജസ്റ്റ് രായലേ നിലേഖനേ മാർച്ചടൗയല തീയലേ നിരാഗമേ മരവടൗയല
ఇతియలసిపోలేని హృదయం అంతులేని పయనం ఇతి మెలకు వేలేని ఉదయం తారలేని గగనం తారలేని గగనం దూరం కాలేకున్నా నీ తీరం రాలేకున్నా తిలువక నిలుచున్నా ఒక పిలుపుకై వేచున్నా భాషలేని మాటనే తెలవటం ఎలా ഉച്ചിരി ലോങ് പല്ലവിയാ അത് ഇത് രാജാ സാർ ഇങ്ങനെ കയ്യിലെടുത്ത് വെച്ച് പാടിയതാ കേട്ടോ. ബ്യൂട്ടിഫുൾ. എന്തല്ലേ. ഒന്നും പറയാൻ പറ്റത്തില്ല. താങ്ക് യു ശരത് സർ. ഇറ്റ്സ് ഓക്കെ. അതെ, ശരി. എനിക്ക് പറയാനുള്ളത് ഇത് എല്ലായിടത്തും കിട്ടില്ല. അതെ. ഈ ഒരു ഇൻസൈറ്റ്സ് പാട്ട്, ഒരു പാട്ട് നീ പാടുന്നു, അതിനെ തുടർന്ന് എന്തെല്ലാം ഇൻഫർമേഷൻ അല്ലേ, അത് വേറൊരു ഫ്ലോറിൽ കിട്ടി എന്ന് വരില്ല. സോ അത് മാക്സിമം യൂട്ടിലൈസ് പിടിച്ചെടുക്കുക, അത്രേ ഉള്ളൂ. പിഴിഞ്ഞെടുക്കാന്ന്. ഓക്കെ, താങ്ക് യു ശരത് സാർ. താങ്ക് യു. ഓക്കെ, വേണിച്ചേട്ടാ അസാധ്യമായിട്ട് പാടിവനെ അർജുൻ. താങ്ക് യു സാർ. ഒന്ന് ഈ രണ്ട് ബ്രില്യൻ കമ്പോസേഴ്സ്, ക്രിയേറ്റേഴ്സ്, ഒന്ന് രവിയേട്ടൻ, പിന്നെ ഉള്ള ആള് കൈത. ഇവരെ രണ്ടുപേരെയും ഇവിടെ ഞാൻ തിരുമേനിന്നാണ് സ്നേഹത്തോടെ വിളിക്കുന്നത്. ഒരാള് രവീന്ദ്രൻ, ഒരാള് കൈത. ക്ഷമിക്കണ്ണാച്ചി. അപ്പോ അവരെ രണ്ടുപേരെയും ഇവിടെ പൂർണ്ണകായത്തിൽ കൊണ്ട് നിർത്തി. ആൻഡ് ഇതൊരിക്കലും ഒരു ഈ നിന്റെ ഒരു വോയിസിൽ പാടാൻ പറ്റിയ ഒരു പാട്ടല്ല. ബട്ട് യു സാങ് ഇറ്റ് ആബ്സല്യൂട്ട്ലി ബ്രില്യൻറ്റ്. താങ്ക് യു സാർ. ഞാൻ സത്യം പറഞ്ഞ ശരത്തെ ഇതിലെ ലിറിക്സ് എന്തേ ഞാൻ അറിഞ്ഞില്ല, ഞാൻ എന്നെ മറന്നുപോയി. സോ ഇറ്റ് വാസ് സോ ഗുഡ്. അതാണ് വേണ്ടത്. മകളെ, പൂർണ്ണകായം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അതിന്റെ പൂർണ്ണകായത്തിൽ പൂർണ്ണം, പൂർണ്ണം മീൻസ് ഫുൾ. കായം ശരീരം. ആ ഫുൾ ബോഡി രണ്ട് ക്രിയേറ്റേഴ്സ് ഇവിടെ നീ കൊണ്ടുവന്നു, അവരെ ലൈവ്. അത് മതി. താങ്ക് യു സാർ. താങ്ക് യു വേണിച്ചേട്ടാ. നിത്യ ചേച്ചി. അർജുൻ കുട്ടാ, എന്തോ അടിക്കാൻ പോകുന്ന വിളിക്കുന്നത്. എവിടാ ഞാൻ ഇവിടെ വെച്ചിരുന്ന മോതിരം? അതെ, ആദ്യം വന്നപ്പോ ശരത് സാർ ഫോണിൽ വിളിച്ചത് പറഞ്ഞില്ല, ആ ഒരു എഫക്ട് ഇങ്ങനെ കൂടെയുള്ളപ്പോ ആ ഒരു എഫക്ട്. അപ്പൊ അർജുൻ കുട്ടാ, എന്തോ സുഖല്ലേ? അത് സുഖങ്ങളൊക്കെ തന്നെ. ഇതും ട്രിവാൻഡ്രമാ. മോനെ അറിയായിരുന്നോ? ഓ അടിപൊളി. ഓക്കെ മോനെ, ഇന്ന് ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. ഈ ഒരു പാട്ടിന് വേണ്ട ഫീലും മോനെ അത് കൊണ്ടുവന്നു. ആൻഡ് ഈ പാട്ടിൽ ഏറ്റവും കൂടുതൽ ഡൈനമിക്സ് അല്ലേ, ഓ സൂപ്പറായിട്ട് കൊണ്ടുവന്നു കേട്ടോ. ആൻഡ് കൂടുതൽ ശരത് സാർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അനുപ്പടികളൊക്കെ ആ കുഞ്ഞു കുഞ്ഞു സംഗതികളൊക്കെ അല്ലേ. മോന്റെ ഗ്രൂമർ ആരാ? അതെ, കാരണം അത്രയും പഠിപ്പിച്ചെടുത്തു. ആൻഡ് അത് മാത്രമല്ല, മോന് ഓൾറെഡി ദൈവം തന്നൊരു ടാലന്റ് ഉണ്ട്. അപ്പോൾ അത് ഇങ്ങനെ എന്താ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കാം. ടാലന്റ് നമുക്ക് പോളിഷ് ചെയ്യാം. മോനെ, നിത്യ പറഞ്ഞൊരു വളരെ കറക്റ്റായിട്ടുള്ള കാര്യം. നിങ്ങൾ ചിലരൊക്കെ റിയാലിറ്റി ഷോ കഴിഞ്ഞാലേ നിത്യ പിന്നെ കണ്ടം വഴിയൊക്കെ പോയിക്കുക, ഇവരുടെ ഫോക്കസ് പോയി. അങ്ങനെ എത്രയോ നല്ല ടാലൻ്റ് ഉള്ളവർ ഒന്നും ഇല്ലാണ്ടായി പോയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ആ ദൈവം തന്നിട്ടുള്ള കഴിവ് പോളിഷ് ചെയ്ത് എത്രത്തോളം അത് വലുതാക്കാൻ പറ്റുമോ അത് അങ്ങനെ ദൈവത്തിന് കാണിക്കാക്കാം മോനെ. ബാക്കി ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല കേട്ടോ. അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും, നമ്മുടെ ടാലന്റിനും നമ്മുടെ പേരൻസിനും നമ്മുടെ ഗുരുക്കന്മാർക്കും. ഓക്കെ, അപ്പോൾ മോനും എന്തായാലും സൂപ്പറായിട്ട് പാടി. ഇനിയും മോന്റെ പാട്ടിൽ കേൾക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. താങ്ക് യു ചേച്ചി. ഓക്കെ, ഇനി മാർക്സ് ചോദിക്കാം. ശരത് സർ. മോന് 8.8 മാർക്സ്. താങ്ക് യു സാർ. താങ്ക് യു ശരത് സർ. ചേട്ടാ അർജുൻ, എന്തോ എന്റെ മാർക്ക് 9. So total 17.8.
ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി.